ഞായറാഴ്ച തോറുമുള്ള വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ആ വാക്യം വായിക്കട്ടെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഈ 27-ാം വാക്യത്തിൽ 2 തവണ ആവർത്തിച്ച് പറയുന്നത് ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വളരെ പ്രത്യേകമായ ഊന്നലോടുകൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യം മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായി മറ്റ് ഒരു സൃഷ്ടിയും ലോകത്തിൽ ഉള്ളതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകതയുള്ള ഒരു വംശമായിട്ടാണ് മനുഷ്യജാതിയെ ദൈവം വിഭാവന ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് ക്രിസ്തീയ ആത്മീയ ദർശനത്തിൻ്റെ കാതലായ ഒരു വിശ്വാസ പ്രമാണമാണ്. എന്നാൽ ഇതിൻ്റെ പ്രാവർത്തികമായ സത്യം, ഇത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളും സാധ്യതകളും, ഇത് വിഭാവന ചെയ്യുന്ന അച്ചടക്കവും എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ വിശ്വാസികളുടെ ഇടയിലില്ല എന്നത് ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്ഥിതിവിശേഷം പരിഗണിച്ചാണ് ഇന്നത്തെ ധ്യാനം വിഭാവന ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ ഇപ്രകാരം പ്രത്യേകതയുള്ള ഒരു ജീവിത പ്രതിഭാസമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണം, എന്ത് സംഭവിച്ചുകൂടാ, നാം എപ്രകാരമായിരിക്കണം, എപ്രകാരമായിരുന്നു കൂടാ, നമ്മുടെ ദർശനം എന്തായിരിക്കണം, ജീവിത ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി തുടർന്നുള്ള വേദപുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ 66 പുസ്തകങ്ങളിലായി വ്യാപകമായ വെളിപ്പെടുത്തലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ അവ കോർത്തിണക്കി വേണ്ടതുപോലെ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ട ഒരാവശ്യം എന്നും നിലനിൽക്കുകയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതം സാഫല്യമാകണമെങ്കിൽ, അവൻ്റെ ജീവിത അനുഭവങ്ങളിൽ സമാധാനവും സുസ്ഥിരതയും ആധ്യാത്മികവും വൈകാരികവും ബൗദ്ധികവുമായ സംതൃപ്തി, നാനാമുഖമായ സംതൃപ്തിയും അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും അവൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകതയെ മാനിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എപ്രകാരം ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ കാലിൽ ചെരുപ്പ് ഇടുന്നു. അപ്പോൾ ഇടാനുള്ള ചെരുപ്പ് അത് അതിൻ്റെ ആകൃതി നിശ്ചയിക്കുന്നത്, അതെന്ത് രൂപവും സാദൃശ്യവുമാണ് എന്ന് നിശ്ചയിക്കുന്നത് അതിൻ്റെ ഉപയോഗം എന്താണ്, ഉദ്ദേശം എന്താണ് എന്നതിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഈ കണ്ണാടി നിർമ്മിക്കുമ്പോൾ, അത് വിഭാവന ചെയ്യുമ്പോൾ അതിൽ കൂടെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലുപയോഗിക്കുന്ന ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്നാൽ അതിന് പകരം ഗ്ലാസിനേക്കാൾ കാണാൻ നല്ലത് സ്വർണ്ണമാണ്. അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് പകരം 2 സ്വർണ്ണത്തകിട് ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് നടന്നാൽ എനിക്ക് കണ്ണാടി കൊണ്ട് ലാഭമല്ല, നഷ്ടമാണ്, പ്രയോജനമല്ല, ശല്യമാണ് ഉണ്ടാകുന്നത് എന്ന് ഏത് ശിശുവിനും തിരിച്ചറിയാൻ കഴിയും.
അതുകൊണ്ട് വചനത്തിൽ, വേദപുസ്തകത്തിൽ ആദ്യമേ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകതയെ ഇത്ര കൃത്യമായി ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉദ്ദേശം, അതുകൊണ്ട് മനുഷ്യജീവിതം നാം ഇപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്. നാം ഏത് ലാക്കോടെ, ലക്ഷ്യത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ ഏത് വിധത്തിൽ ജീവിച്ചുകൂടാ, നമ്മുടെ ജീവിതത്തെ ഏത് കാര്യവിചാരകത്വ ബോധത്തോടെ നാം കൈകാര്യം ചെയ്യണം എന്നുള്ള സൂചനകൾ ഇതിൽ നന്നായി അടങ്ങിയിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് മൃഗങ്ങളെപ്പോലെ ജീവിക്കുവാൻ സാധ്യമല്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ജീവിക്കുന്നതിന്, നാളുകൾ കഴിച്ചു കൂട്ടുന്നതിന് അവയ്ക്ക് ലഭിച്ച ജീവിതം, അത് ജീവിതം എന്ന വാക്ക് തന്നെ ആശയം തന്നെ നാം പ്രയോഗിക്കാറില്ല, എന്നാലും ഞാൻ പ്രയോഗിക്കുകയാണ്, അത് മരണം വരെയും നിലനിർത്തുന്നതിന് ഭൗതികമായ ധാതുപദാർത്ഥങ്ങൾ മാത്രം മതിയാകുന്നതാണ്. ഈ ലോകത്തിൻ്റെ വിഭവങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഉള്ള ആവശ്യം മാത്രമേ ജന്തുക്കൾക്ക്, പറവജാതികൾക്ക് ഉള്ളൂ. അത് സസ്യങ്ങൾക്കും അപ്രകാരം തന്നെ. എന്നാൽ മനുഷ്യനെ പറ്റി യേശു എന്താണ് പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കണം എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ള ഒരു നിർബന്ധം ഉളവാങ്ങേണ്ടതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തിയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുവാൻ സാധ്യമല്ല. അപ്പം എന്ന് പറയുമ്പോൾ ഭൗതികമായ എല്ലാ വിഭവങ്ങളുടെയും പ്രതീകമാണ് അപ്പം. അതായത് അല്ലെങ്കിൽ റൊട്ടിയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയോ അല്ലെങ്കിൽ വെള്ളയപ്പമോ മാത്രമല്ല. അപ്പം എന്നത് ഒരു പ്രതീകമാണ്, ഭൗതികമായ എല്ലാ ഉപാധികളെയും പ്രതിനിധാനം ചെയ്യുന്നൊരു പ്രതീകമാണ്. ബ്രെഡ് ഈസ് എ സിമ്പിൾ that embraces every kind of material and worldly resources. അത് സമ്പത്ത് വരും, ഭവനം വരും, വസ്ത്രം വരും, ആഹാരപദാർത്ഥങ്ങൾ വരും, മരുന്ന് വരും, അങ്ങനെ എല്ലാം ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ഉണ്ട് എന്ന് നാം വിചാരിക്കുന്നു, അതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ മൃഗങ്ങൾക്ക് ഈ ധാതുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കാമെങ്കിൽ മനുഷ്യർക്ക് അത് സാധ്യമല്ല. അത് നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് നമുക്ക് അപര്യാപ്തമാണ്. മനുഷ്യനായി ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അവൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധ്യമല്ല. അതിനപ്പുറത്ത് ചില റിസോഴ്സസും കൂടെ ആവശ്യമാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഉള്ളത്. അതായത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാത്തത് എന്നതിനെപ്പറ്റി പോലും വേണ്ട വിധത്തിലുള്ള അന്വേഷണം നമ്മുടെ മധ്യത്തിലില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അടിസ്ഥാന ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ പോലെയുള്ള ഈ നാണക്കേട്, ഈ ആത്മീയ അശ്ലീലം, ഈ നെറികേട്, ഈ വഞ്ചന, ഈ പൊട്ടത്തരം, സുവിശേഷത്തെ ആകമാനം കുട്ടിച്ചോറാക്കുന്ന ഈ തരികിടകൾ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പൂർവാധികമായി തഴച്ചു വളരുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രോസ്പെറിറ്റി ഗോസ്പലിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ രത്നച്ചുരുക്കം ഇത്രമാത്രമാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കണം. അപ്പത്തിനപ്പുറത്ത് നോക്കേണ്ട ആവശ്യം മനുഷ്യനില്ല. അപ്പത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഉപാധിയെയും ഉപയോഗിക്കേണ്ട ആവശ്യം മനുഷ്യനില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: മനുഷ്യനും മറ്റ് മൃഗങ്ങളുമായി യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ മനുഷ്യർക്ക് നൽകാവുന്ന ഏക സംഭാവന
അവരുടെ മനുഷ്യത്വത്തെ 100% റദ്ദ് ചെയ്തുകൊണ്ട്, അസാധുവാക്കിക്കൊണ്ട് അവരെ മൃഗങ്ങളുടെ നിലയിലേക്ക് തരം താഴ്ത്തുക മാത്രമേ ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ പ്രോസ്പെറിറ്റി ഗോസ്പലും പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ, അത് തങ്കു ബ്രദറാണെങ്കിലും അല്ലെങ്കിൽ ടിനു പാസ്റ്ററാണെങ്കിലും അല്ലെങ്കിൽ ജോൺ താരു എന്ന് പറയുന്ന തരികിടയാണെങ്കിലും ആരാണെങ്കിലും, അവരുടെ ഏക ലക്ഷ്യം മനുഷ്യരെ മൃഗങ്ങളെ പോലെ തരം താഴ്ത്തിയിട്ട് അവരിൽ ആത്മീയമായ വിവേചന ബുദ്ധി ഒരു കാലത്തും ഉദിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ മനുഷ്യത്വം 100% അധപ്പതിപ്പിച്ച് തിരിച്ചറിവിൻ്റെ ശക്തിയെ 100% നശിപ്പിച്ച് അവരെ മുതലെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ലോകത്തിൽ എവിടെയൊക്കെ പ്രോസ്പെറിറ്റി ഗോസ്പൽ ആളുകൾ പ്രയോഗിച്ചിട്ടുണ്ടോ, പ്രസംഗിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ജനത്തെ മൃഗീയമായി ദുരുപയോഗം ചെയ്യുവാനും തരം താഴ്ത്തുവാനും അതുകൊണ്ട് അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കുവാനും വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നത് നാളിതുവരെയുള്ള സംഭവങ്ങൾ യാതൊരു സംശയമില്ലാതെ സാക്ഷീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന വിധത്തിൽ മനുഷ്യരിതിൻ്റെ പുറകെ ഒഴുകിപ്പോകുന്നത് വളരെയധികം ദുഃഖകരം തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കേണ്ടവനല്ല. ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിച്ച് നടക്കുന്ന ഒരു വ്യക്തി പോലും അപ്പത്തിനപ്പുറത്തുള്ള മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ നിലനിർത്തുവാൻ ആവശ്യമായ ആത്മീകമായ വിഭവങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി ഒരു വിധത്തിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നവരല്ല എന്ന് നിങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം അത് അവരുടെ തട്ടുകടയ്ക്ക് കോട്ടം വരുത്തുന്ന പരിപാടിയായതുകൊണ്ട് അവരങ്ങനെയുള്ള യാതൊരു വെളിപ്പെടുത്തലും നടത്തുക തന്നെയുമല്ല, അവർക്കതിനെപ്പറ്റി ബോധമുണ്ടായിരിക്കുകയില്ല. അല്പമെങ്കിലും ബോധമുള്ളവൻ ഇതുകൊണ്ട് നടക്കുകയില്ല. മനസാക്ഷിയുള്ളവൻ, അല്പം ലജ്ജാബോധമുള്ളവൻ ഈ പരിപാടിക്ക് ഇറങ്ങുകയില്ല. തൊലിക്കട്ടിയും മനക്കട്ടിയും ഒന്നുപോലെ ഉള്ളവൻ മാത്രമേ ഈ പരിപാടിക്ക് പോകാനൊക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ കൂടെ പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇനിയും പ്രവേശിക്കുകയാണ്. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കിയ ഈ യാഥാർത്ഥ്യം, അതായത് മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഈ തട്ടത്തിന് അതീതമായ ഒരു ഘടകം, ഒരു ആസ്പെക്റ്റ്, ഒരു ഡയമെൻഷൻ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ, അവൻ്റെ സ്വഭാവത്തിൽ, മനുഷ്യത്വത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിന് പട്ടിണി വരരുത്, അത് ദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകരുത്, അതിനുവേണ്ടി കൂടെ കരുതണം എന്ന വെളിപ്പെടുത്തൽ ആത്മീയതയുടെ കാതലായ തിരിച്ചറിവാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് എന്നതിന് യേശുവിൻ്റെ പഠിപ്പിൽ നിന്നുള്ള ഒരു തെളിവ് മാത്രം, ഒരേ ഒരു തെളിവ് മാത്രം 1-2 ഉദാഹരണങ്ങളുടെ സഹായത്താൽ ഇനി നാം ഒന്ന് പരിഗണിക്കാൻ പോകുകയാണ്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ 2 സംഭവങ്ങളെപ്പറ്റി ഹ്രസ്വമായി പരാമർശിച്ചിട്ടുണ്ട്. അതിലെ ആശയങ്ങൾ ഇവിടെ ആവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലൊന്ന് സക്കായിയുടെ ഉദാഹരണമാണ്. സക്കായിക്ക് ഭൗതികമായ ഒന്നിൻ്റെയും മുട്ടുണ്ടായിരുന്നില്ല. അവൻ ധനാഢ്യനായിരുന്നു, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. എന്നിട്ടും അവൻ്റെ ഉള്ളിൽ ഒരിക്കലും അടക്കി വെക്കാൻ കഴിയാത്ത, മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു വലിയ ദാഹവും ഒരു ശൂന്യതയും ഒരു അങ്കലാപ്പവും ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നുവെങ്കിൽ
സഖായി ആ പട്ടണത്തിലെ ഏറ്റവും സന്തോഷം ഏറിയ മനുഷ്യനാകുമായിരുന്നു. എന്നാൽ അവൻ്റെ ഭൗതികമായ സ്വത്ത് വർദ്ധിക്കുന്നതോടുകൂടെ തന്നെ അവൻ്റെ ആത്മീകമായ വിമ്മിഷ്ടവും അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവൻ ധനികനാണ് എന്നുള്ള സ്റ്റാറ്റസൊക്കെ മറന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ നസ്രേനായ യേശു വരുന്നുവെന്നറിഞ്ഞ് അവനെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണുവാൻ ആ പട്ടണത്തിൻ്റെ തെരുവീഥിയിൽ കൂടെ ഓടുകയും ഒരു കാട്ടത്തിന്മേൽ കയറി ഇരിക്കുകയും ചെയ്തത് നമുക്കറിയാം. നമ്മുടെ പട്ടണത്തിൽ ധനാഢ്യരായ ആരും അങ്ങനെ വഴിനീളെ ഓടാറില്ല. ഒരെങ്കിലും മരത്തിൽ കയറി ആരെങ്കിലും കാണാൻ ഇരിക്കുകയും ചെയ്യുകയില്ല. അത്രമാത്രം അവൻ്റെ ഉള്ളിൽ ഈ പ്രയാസം ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണ് അവൻ അപ്രകാരം ആ കൺട്രോൾ വിട്ട് പ്രതികരിച്ചത് എന്ന് തിരിച്ചറിയാനൊരു പ്രയാസവുമില്ല. അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്താണ്? അവൻ അനുഭവിച്ച ആന്തരികമായ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, പട്ടിണി, അവൻ്റെ അരിഷ്ടത, ഏകാന്തതയിൽ അവൻ വഹിച്ചുകൊണ്ടിരുന്ന ജീവിത ഭാരം, ലോകത്തിലെ ഏറ്റവും എടുക്കാൻ വയ്യാത്ത ഭാരം ശൂന്യതയുടെ ഭാരമാണ്. മനുഷ്യ അവസ്ഥയിൽ നുഴഞ്ഞു കയറി ഇടം പിടിക്കുന്ന ശൂന്യതയുടെ ഭാരമാണ് മനുഷ്യർക്ക് വഹിക്കാൻ വയ്യാത്തത്. അതാണ് മനുഷ്യനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ പ്രവേശിക്കുകയാണ്. ഇതിനെ നാം അല്പം ഒന്ന് മനസ്സിലാക്കണം. അത് ഈ ഒരു ആശയത്തെ വ്യക്തമായി ധരിക്കുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വളരെ ആത്യന്താപേക്ഷിതമായതുകൊണ്ട് ഞാൻ അല്പം ക്ലേശമെന്ന് തോന്നാമെങ്കിലും ഞാൻ അതിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് അവന് അവൻ്റെ വ്യക്തിത്വത്തിൽ ആ ഒരു ഉന്നതമേറിയ സാധ്യതകളോട് നിരന്തരം ബന്ധം പുലർത്തുവാൻ ഒരാവശ്യമുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ സാധ്യതകൾക്കപ്പുറത്ത് മനുഷ്യനായതുകൊണ്ട് അവൻ്റെ ആത്മാവിലും മനസ്സിലും ഹൃദയത്തിലും അവൻ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട്. അതെന്താണ്? അവൻ്റെ ജീവൻ്റെ മർമ്മം ഈ ഭൗതികമായ ഘടകങ്ങളുടെ ആകത്തുക കൊണ്ട് മനസ്സിലാക്കാവുന്നതല്ല. അതിൽ അഭൗമമായ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിൻ്റെ പേരാണ് ദൈവീകത്വം എന്നത്. ദൈവം, ദ ഡിവൈൻ ഡയമെൻഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിനോട് നീതി പുലർത്താതെ മനുഷ്യന് ലോകത്തിൽ ജീവിച്ച് സന്തോഷമോ സമാധാനമോ അനുഭവിപ്പാൻ സാധ്യമല്ല. മനുഷ്യന് രണ്ട് വിധത്തിലുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, സത്യസന്ധമായി ജീവിക്കുക. രണ്ട്, അൺറിയാലിറ്റീസ്, ആ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ ജീവിക്കുക, പ്രതീതികളുടെ ലോകത്തിൽ ജീവിക്കുക. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവം സത്യം തന്നെ. അത് ഹിന്ദുമതത്തിൽ പറയുന്നുണ്ട്. എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. ദൈവം സത്യം തന്നെ എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതെ മറ്റൊരു സത്യമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ നാം ഈ കാണുന്ന ഭൗതികമായ ലോകമോ അത് സത്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾ സ്വച്ഛജല തടാകത്തിൽ പോയി നോക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു ചന്ദ്രൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ചന്ദ്രനെ കാണാൻ കഴിയും. അവിടെ ചന്ദ്രൻ ഉണ്ടായിട്ടല്ല, അങ്ങ് ദൂരെ ചന്ദ്രൻ ഉള്ളതിനെ ഈ സ്വച്ഛജല തടാകം ഒന്ന് പ്രതിബിംബിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഈ ഭൗതികമായ ലോകം അഭൗമമായ ഒരു വലിയ സാധ്യതയുടെ പ്രതിബിംബം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, സത്യത്തിൻ്റെ ലോകത്തിൽ വസിക്കാം, അല്ലെങ്കിൽ ഈ പ്രതിബിംബങ്ങളുടെ ലോകത്തിൽ, അയാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ നമുക്ക് വസിക്കാം. ഇത് ഹിന്ദു ദാർശനികതയിൽ വളരെ വ്യക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരറിവാണ്. അത് വേദപുസ്തകത്തിലുമുണ്ട്.
ഇപ്പോൾ ഹിന്ദു ദാർശനികതയിലുണ്ടെന്ന് പറയുമ്പോൾ മാമൂല് മാത്രം പിടിച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനി ഉടനെ പുറകോട്ട് പോകും. ഹിന്ദുവിൻ്റെ കാര്യം എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയും. ലോകത്തിൽ എവിടെയെല്ലാം ആഴമേറിയ സത്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ അതെല്ലാം മനുഷ്യജാതിയുടെ പൊതുവായ സ്വത്താണ് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള വിശാലത ഈ വൈകിയ വേളയിലെങ്കിലും ക്രിസ്ത്യാനികൾ കാണിക്കണമെന്ന ഒരു അപേക്ഷ എനിക്കുണ്ട്. സത്യം സത്യമാണ്. ക്രിസ്ത്യാനിയുടെ സത്യമെന്നോ ഹിന്ദുവിൻ്റെ സത്യമെന്നോ മുസ്ലിമിൻ്റെ സത്യമെന്നോ കമ്മ്യൂണിസ്റ്റുകാരുടെ സത്യമെന്നോ അങ്ങനൊരു സത്യമൊന്നുമില്ല. സത്യം സത്യം മാത്രമാണ്. വെള്ളം വെള്ളം മാത്രമാണ്, വെളിച്ചം വെളിച്ചം മാത്രമാണ്, ഭൂമി ഭൂമി മാത്രമാണ് എന്ന് പറയുന്നത് പോലെ സത്യം സത്യമാണ്. ആഴമുള്ള ആശയങ്ങൾ ആഴമുള്ള ആശയങ്ങളാണ്. അതിന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. എന്നാൽ അല്പത്തരത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ അവിടെയെല്ലാം ലേബലുകൾ വേണം. നമ്മുടെ പ്രശ്നം നാം ഈ നൂറ്റാണ്ടുകളായ അല്പത്തരത്തിൻ്റെ മേഖലയിൽ മാത്രം ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നവരാണ്. ആ കാലിത്തൊഴുത്തിൽ കെട്ടി അവിടെ കിടന്ന് അമറുന്നവരാണ് നാം. അതാണ് നമ്മുടെ പ്രശ്നം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ആദ്യമായി അവൻ മനസ്സിലാക്കുന്ന അവനെ പറ്റിയുള്ള സത്യമാണ്. എന്താണ് അവനെ പറ്റിയുള്ള സത്യം? ഞാൻ ഈ ഭൗതികമായ ധാതു പദാർത്ഥങ്ങളുടെ ആകെത്തുകയല്ല. എനിക്ക് ശരീരമുണ്ട്, പക്ഷേ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ശരീരത്തിന് ജീവൻ നൽകുന്ന പ്രത്യേകതയുള്ള വ്യക്തിത്വം നൽകുന്ന മറ്റൊരു ഘടകമുണ്ട്. ആ ഘടകത്തെ മനസ്സിലാക്കാൻ ആ ഘടകത്തിന് പോഷണമായി ഈ ഭൗതികമായ ലോകത്തിലെ സമ്പാദ്യങ്ങളൊന്നും പര്യാപ്തമല്ല. അതാണ് യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. മനുഷ്യനാണെങ്കിൽ, മൃഗമാണെങ്കിൽ പോട്ടെ സാരമില്ല, മനുഷ്യൻ അപ്പം കൊണ്ട്, മൃഗം അപ്പം കൊണ്ട് ജീവിക്കാം, മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം എന്ന ധാരണയിൽ ആണ് ഈ ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അയാഥാർത്ഥ്യങ്ങളുടെ അരങ്ങാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. ഇപ്പോൾ ഹിന്ദുമതത്തിലൊരു പ്രാർത്ഥനയുണ്ടെന്ന് നമുക്കറിയാം. ഫ്രം അൺറിയാലിറ്റി ലീഡസ് ടു റിയാലിറ്റി, അസത്തോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അത് വളരെ അർത്ഥവത്തായ, അതായത് ദാർശനികമായ ആഴമുള്ള പ്രാർത്ഥനയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകുക. മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിതം, നൈസർഗികമായ ജീവിതം അസത്യത്തിൻ്റെ തട്ടിൽ മാത്രമാണ്. അതിൽ നിന്ന് എന്നെ വിടുവിച്ച് സത്യത്തിൻ്റെ ആ ഉയരത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ഉരുവിടുമ്പോൾ എൻ്റെ ആത്മാവ് യേശുവിലേക്ക് പറക്കുകയാണ്. ഞാനവിടെ യാതൊരു സംഘർഷവും അനുഭവിക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, എൻ്റെ ആത്മാവ് അതിൽ സന്തോഷിക്കുന്നു. കാരണം അതാണ് എൻ്റെ മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്ന സത്യം. എന്താണ്? ഈ അയാഥാർത്ഥ്യങ്ങളുടെ, അസത്യങ്ങളുടെ ലോകത്തിൽ, ഈ ഭൗതികമായ ലോകത്തിൽ അതിൻ്റേതായ മർമ്മങ്ങൾ, അതിൻ്റേതായ താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ മാത്രം ആശ്രയിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഈ മിഥ്യകളുടെ ലോകത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു മൃഗം മാത്രമാണ്. ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളൊരു പശുവിനെ അഴിച്ചുവിട്ടാൽ അത് ഇവിടെ പോച്ച തിന്ന് അവിടെ അപ്പുറത്ത് പോയി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്ഥിരമായ താല്പര്യമെടുക്കുന്ന സ്വഭാവം ഭൗതിക മനുഷ്യനില്ല. ദ വേൾഡ്ലി മാൻ കനോട്ട് ടേക്ക് എ സസ്റ്റെയിൻഡ് ഇൻട്രസ്റ്റ് ഇൻ എനിത്തിങ്. അത് ഏറ്റവും പ്രകടമായി കാണുന്നത് മനുഷ്യൻ്റെ ലൈംഗികമായ ജീവിതത്തിലാണ്. സെക്ഷൽ പ്രൊമിസ്ക്യൂവിറ്റി അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൗതികമായ കാര്യങ്ങളിൽ അവൻ്റെ സർവ്വ ആശ്രയവും അർപ്പിച്ച് അവിടെ സ്ഥിരമായ സമാധാനവും സന്തോഷവും നിർവൃതിയും കണ്ടെത്താം എന്ന ഒരു തെറ്റായ കണക്കുകൂട്ടലിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധത്തിലേർപ്പെടുന്നു. ഏറെ താമസിയാതെ മനസ്സിലാകുന്നു അത് സാധ്യമല്ല. എനിക്ക് ഇതിനപ്പുറത്ത് എന്തോ സാധ്യതകൾ ആവശ്യമാണ്. പക്ഷേ ആ ഉയരത്തിലേക്ക് ചിന്തിക്കുന്നതിന് പകരം വീണ്ടും അതിൻ്റെ അതേ പടി മുൻപോട്ട് പോയിട്ട് അടുത്ത ആളിലേക്ക്, പിന്നെ മൂന്നാമത്തെ ആളിലേക്ക്, നാലാമത്തെ ആളിലേക്ക്, അങ്ങനെ ഒരു വ്യക്തിയെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്.
യേശു അവളെ നോക്കി പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് ഭർത്താവ്. അവിടെ പ്രശ്നം എന്തായിരുന്നു? അവളുടെ ഉള്ളിലെ അവിടെ ആത്മാവിൻ്റെ ദാഹത്തെ തിരിച്ചറിയുവാൻ അവൾക്ക് കഴിയാതെ അതിൻ്റെ ശമനത്തിന് വേണ്ടി ഒരു പുരുഷനിൽ നിന്ന് മറ്റൊരു പുരുഷൻ, അവനിൽ നിന്ന് മറ്റൊരു പുരുഷൻ, അവനിൽ നിന്ന് വേറൊരു പുരുഷൻ, അങ്ങനെ പോയി 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതോ ഭർത്താവല്ല എന്ന വിധത്തിലായിത്തീർന്നു. ഓരോ പടി കഴിയും തോറും അവിടെ അധപ്പതനത്തിൻ്റെ ആഴം വർദ്ധിക്കുകയാണ്, അതിൻ്റെ തൂക്കം കൂടുകയാണ്. ഇത് അപകടമാണ് എന്ന തിരിച്ചറിവാണ് അവിടെയുള്ളത്. അപ്പോൾ സഖായിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും മനോഹരമായ കാര്യം, ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് അത് സാമർഥ്യത്തോടെ ജനങ്ങളെ പിഴിഞ്ഞെടുത്ത് തൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിൽ അത് സാമർഥ്യം കാണിച്ച സഖായിയാണോ, ഭൗതികമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒരു കുരങ്ങനെ പോലെ ഒരു കാട്ടത്തിയുടെ കൊമ്പിൽ കയറിയിരിക്കുന്ന സഖായിയാണോ നല്ലവൻ, മെച്ചപ്പെട്ടവൻ? സംശയിക്കേണ്ട രണ്ടാമത്തെ സഖായിയാണ്. കാരണം എന്താണ് ഞാൻ പറയാം. മനുഷ്യൻ ഭൗതികമായി മാത്രം ചിന്തിക്കുകയും ഭൗതികമായ അനുഭൂതികളെയും നേട്ടങ്ങളെയും മാത്രം അന്വേഷിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അവൻ കാലക്രമേണ അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറന്നു പോകുന്നു. അവൻ കൂടുതൽ മൃഗങ്ങളെ പോലെ ആയിത്തീരുന്നു. മനുഷ്യ സ്വഭാവം മൃഗീയമായിത്തീരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ അവൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്നൊരു വിമ്മിഷ്ടമുണ്ട്. ആ വിമ്മിഷ്ടമാണ് അവൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം. അവൻ എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വഴിയുണ്ടെങ്കിൽ അവൻ്റെ ആ വിമ്മിഷ്ടം മാത്രമാണ്. കാരണം എന്താണ്? ആ വിമ്മിഷ്ടം മാത്രമാണ് അവനെ അവൻ്റെ സൃഷ്ടികർത്താവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ബാക്കി എല്ലാം മൃഗീയമായി തീരുമ്പോഴും അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു നേരിയ ചരട്, അവനെയും അവൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു നേരിയ ചരടുണ്ട്. ആ ചരടിൻ്റെ പേര് വിമ്മിഷ്ടം എന്നാണ്. മുടിയനായ പുത്രൻ്റെ ഉപമ നിങ്ങളൊന്ന് ഓർക്കുമെങ്കിൽ അവിടെയും ഇത് അതിമനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്ത് കൈപ്പറ്റി ദൂരദേശത്തേക്ക് പോയി സ്വയം നശിപ്പിച്ച ആ മകൻ അവസാനം പന്നികളുടെ മധ്യത്തിലിരുന്ന് അവ തിന്നുന്ന വാളവയറ് കൊണ്ട് വയറ് നിറയ്ക്കാൻ ശ്രമിച്ചിട്ടും അതിനുപോലും പറ്റാതെ ആയിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഈ വിമ്മിഷ്ടം മുറ്റിവന്ന ആ ഒരു അനുഭവം, അതാണ് അവനും അവൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം. അതിമനോഹരമാണ്. അങ്ങനെ ഒരു ബന്ധം അവശേഷിച്ചത് കൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ഞാൻ അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനിമേൽ നിൻ്റെ മകനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ഒരു വേലക്കാരനെ പോലെ എന്നെ ആക്കി തീർക്കണമേ എന്ന് പറയണമെങ്കിൽ ഈ അധപ്പതനത്തിൻ്റെ മധ്യത്തിലും അവനെയും അവൻ്റെ പിതാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വിമ്മിഷ്ടത്തിൻ്റെ ചരടുണ്ട്. അതിമനോഹരമായൊരു ചരടുണ്ട്. അത് പ്രത്യാശയുടെ ചരടാണ്. ആ പ്രത്യാശ വിട്ടുപോയാൽ പിന്നെ മനുഷ്യന് അവശേഷിക്കുന്ന ആത്മഹത്യ മാത്രമാണ്. എന്നാൽ നാം സഖായിയെ പറ്റി ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ വിമ്മിഷ്ടത്തിൻ്റെ പ്രത്യാശ, ആ വിമ്മിഷ്ടം അവനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ആവശ്യങ്ങൾ അവന് നൽകുന്ന അറിവിൽ നിന്ന് ഉദിക്കുന്നൊരു പ്രത്യാശ, എനിക്കും ഒരവസരമുണ്ടാകും എന്ന ധാരണ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രോസ്പെറിറ്റി ഗോസ്പൽ ഈ പ്രത്യാശയ്ക്കെതിരെ കതക് ആഞ്ഞ് അടയ്ക്കുകയാണ്. നിൻ്റെ പ്രത്യാശ വെക്കേണ്ട ദൈവത്തിന്മേലല്ല, നിൻ്റെ പ്രത്യാശ വെക്കേണ്ട ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ മാത്രമാണ്. അതെത്രമാത്രം വലിച്ച് വാരി കഴിക്കാമോ, കുടിക്കാമോ, നിൻ്റെ പള്ള വീർപ്പിക്കാമോ എന്നതാണ് നീ നോക്കേണ്ടത്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികനായ ഒരു മൂഢൻ്റെ കഥയുണ്ട്. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ച് അവൻ്റെ ധാന്യപ്പുരയൊക്കെ പണിതെല്ലാം ചരതിച്ച് വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള വകയുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിൻ്റെ ഫലമായിട്ട് അവൻ ചത്തുപോയി. അവൻ്റെ മനുഷ്യത്വം മരിച്ചുപോയി. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്? മൃഗത്തിന് ആ പ്രശ്നമില്ല, മനുഷ്യന് മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം അവൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ കേരളത്തെയും ലോകത്തെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെയും കാർന്നു തിന്നുകയും അവിടെ ആത്മീയമായ ആന്തരിക വിളക്ക് ഊതിക്കെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വളരെ പ്രത്യേകമായി മനസ്സിലാക്കണം,
ഇതിൻ്റെ മധ്യത്തിൽ ആരും പരാമർശിക്കാത്ത എല്ലാ വ്യക്തികളുടെയും പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോകുന്ന എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു വലിയ വിമ്മിഷ്ടമുണ്ട്. പക്ഷേ ആ വിമ്മിഷ്ടത്തെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനും അത് പരിപാവനമാണെന്ന് മനസ്സിലാക്കുവാനും അത് നിർദ്ദേശിക്കുന്ന ദിശയിലേക്ക് കടന്നു പോകുവാൻ, സക്കായി ചെയ്തതുപോലെ കടന്നു പോകുവാൻ ഉള്ള ഒരു അവസരമില്ലാത്ത പോകുന്നത് കൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ പുറകെ പോയി വഞ്ചിക്കപ്പെട്ട് അവരിലുണ്ടായിരുന്ന നന്മ പോലും അസ്തമിച്ച് അവർ ആത്മീക അന്ധകാരത്തിലും അന്ധതയിലും പട്ടുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നത് മനുഷ്യൻ്റെ പ്രത്യേകമായ സൃഷ്ടി, അത് നിഷ്കർഷിക്കുന്ന സാധ്യതകൾ, ആ സാധ്യതകളിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട അച്ചടക്കം, മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ സാരാംശം, ഇവയെല്ലാം ഒന്നുപോലെ അപമാനിക്കുകയും അധപ്പതിപ്പിക്കുകയും ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യുന്ന അതിഘോരമായ പൈശാചികമായ ഒരു മുന്നേറ്റമാണ് എന്ന് നാം തിരിച്ചറിയണം. അതിൻ്റെ ആരംഭം ഇവിടെയല്ല, അതിൻ്റെ ആരംഭം ഏദൻ തോട്ടത്തിലാണ്. പിശാച് ഹവ്വായോട് പറയുന്നു, ഈ പഴം നീ കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. അതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഈ പഴമെന്ന് പറഞ്ഞാൽ ഭൗതികമായ ധാതുപദാർത്ഥങ്ങൾ, ലോകത്തിൻ്റെ വിഭവങ്ങൾ, അതിനെ മുഴുവനും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ആ പഴം അവിടെ നിൽക്കുന്നത്. ആ പഴം കഴിച്ചാൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തോട് സംസർഗം പാലിക്കേണ്ട ആവശ്യമില്ല. നാം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എല്ലാ ദിവസവും സായങ്കാലത്ത് ദൈവം വന്ന ആദാമിനോടും ഹവ്വായോടും കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പഴം തിന്നുന്നതോടുകൂടെ കൂട്ടായ്മ അവസാനിക്കുന്നു. ആ ദൈവികമായ കണക്ഷൻ വിച്ഛേദിച്ചു പോകുന്നു. പിന്നെ ഈ പഴമാണ് ദൈവം, പഴത്തിൽ കൂടെ മാത്രമാണ് മനുഷ്യന് എന്തെങ്കിലും നേട്ടം അല്ലെങ്കിൽ വലിപ്പം പ്രാപിപ്പാൻ സാധിക്കുന്നത് എന്ന ഒരു വലിയ തെറ്റിദ്ധാരണ, ആത്മീകമായ ആത്മഹത്യ, അതിവിടെയാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ ആത്മഹത്യയാണ് എന്ന പച്ച പരമാർത്ഥം ദയവായി തിരിച്ചറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം. നമ്മെ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ധാന്യം അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ പണപ്പെരുപ്പം കൊണ്ട്, സ്വത്തിൻ്റെ വർധനവ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആന്തരികമായ സന്തോഷമോ സമാധാനമോ സ്ഥിരതയോ പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുന്നവർ ഒന്നിൽ ഭ്രാന്തന്മാരാണ്, അല്ലെങ്കിൽ പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മൊണ്ണ കളിപ്പിക്കാനായിട്ട് മാത്രം ഇറങ്ങുന്നവരാണ്. അങ്ങനെയുള്ളവരെ അവരർഹിക്കുന്ന പുച്ഛത്തിൽ തള്ളിക്കളയുകയും നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള പരമമായ ആത്മീയ സത്യങ്ങൾ അവ നിഷ്കർഷിക്കുന്ന ആ അച്ചടക്കത്തിൽ തന്നെ സ്വീകരിക്കുകയും അതിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.